ഗാസ തിരിച്ചുപിടിക്കാൻ ഇസ്രായേൽ പുതിയ പദ്ധതിയുമായിട്ട് വരുന്നു. ഇസ്രായേൽ ഏത് വിധേനയും ഗാസ തിരിച്ചുപിടിക്കും എന്നറിഞ്ഞു. പ്ലാൻ എയും പ്ലാൻ ബി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാൻ എ നടപ്പിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. അതെ, ഗാസ സിറ്റിയിൽ ഇപ്പോൾ ഗാസ സിറ്റി മണിക്കൂറുകൾക്കകം ശവപ്പറമ്പാകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതായത് ഗാസ സിറ്റിയിൽ ആക്രമണം നല്ല രീതിയിൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസ് അംഗീകരിച്ച ഒരു വിടുതൽ നിർദ്ദേശമുണ്ടായിരുന്നു. അത് സ്വീകാര്യമല്ല, അതൊട്ടും തന്നെ സ്വീകാര്യമല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടിയിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ദോഹയിലേക്കും കോറോയിലേക്കും സംഘത്തെ അയക്കില്ല എന്നാണ് സർക്കാർ തീരുമാനിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഗാസ സിറ്റിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം തുടങ്ങിയെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഗാസ സിറ്റിയുടെ പല ഭാഗങ്ങളിലും ബോംബ് ആക്രമണങ്ങൾ ശക്തമായതോടെ ജനങ്ങൾ തെക്കൻ ഗാസ ലക്ഷ്യമാക്കി പലായനം ആരംഭിച്ചു. അന്താരാഷ്ട്ര വിമർശനങ്ങൾ മറികടന്ന് ആക്രമണ പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ബന്ദിമോചനവും വെടിനിർത്തലും ഉറപ്പാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാകാൻ നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നെങ്കിലും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളോടെ മാത്രമേ അല്ലെങ്കിൽ പുറത്തല്ലാതെയുള്ള ഈ യുദ്ധവിരാമത്തിന് തയ്യാറല്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. US ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് സമർപ്പിച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ നെതന്യാഹു തയ്യാറായില്ല. അമേരിക്കയെ ചൊടിപ്പിക്കാൻ അദ്ദേഹം ഇത് തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ദോഹയിലേക്കും കോറയിലേക്കും സംഘത്തെ അയക്കേണ്ടതില്ലെന്നും സർക്കാർ തീരുമാനിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ 60,000 റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്തും സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചും ഗാസയെ കീഴ്പ്പെടുത്താനുള്ള വിപുലമായ ആക്രമണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ഇസ്രായേൽ സേന നേരത്തെ അറിയിച്ചിരുന്നു. ഭക്ഷണത്തിന് കാത്തുനിന്ന 13 പേരുൾപ്പെടെ 43 പേരെയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം കൊലപ്പെടുത്തിയത്. 112 കുട്ടികൾ ഉൾപ്പെടെ 271 പേരാണ് ഇതുവരെ പട്ടിണി കാരണം ഗാസയിൽ കൊല്ലപ്പെട്ടത്. കൂടുതൽ സഹായം ഉടൻ ലഭ്യമാക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്നും പലസ്തീനുകളെ പുറന്തള്ളാനുള്ള ആസൂത്രിത പദ്ധതികളാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ആക്ഷേപം. ആശുപത്രികളിൽ നിന്ന് മുഴുവൻ രോഗികളെയും തെക്കൻ ഗാസയിലേക്ക് മാറ്റാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് നൂറുകണക്കിന് രോഗികളുടെ മരണത്തിൽ കലാശിക്കുമെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 10 ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ആളുകളെ പുറന്തള്ളുന്ന പദ്ധതിയുമായി സഹകരിക്കണമെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളോട് ഇസ്രായേൽ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനിടെ ഗാസയിലെ പട്ടിണി മരണം 271 ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ 41 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ യുദ്ധത്തിനിടെ ജീവൻ നഷ്ടമായ പാലസ്തീനികളുടെ എണ്ണം 62,190 കടന്നു. ഗാസ സിറ്റിയിൽ ഇസ്രായേലിന്റെ ആക്രമണം ശക്തമാകുന്നു. ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്കായി ദോഹയിലേക്കും കോറോയിലേക്കും സംഘത്തെ അയക്കേണ്ടതില്ലെന്നും സർക്കാർ തീരുമാനിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഒരു വീഡിയോയിലാണ് നെതന്യാഹുവിൻ്റെ ഈ പരാമർശം വന്നിരിക്കുന്നത്. ഗാസയിലെ പൂർണ്ണ അധിനിവേശം സംബന്ധിച്ച് പ്രതിരോധ മേധാവി, ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരുമായി നെതന്യാഹു ചർച്ച നടത്തി. ഇസ്രായേൽ ഒരു നിർണായക ഘട്ടത്തിലാണെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസ് പോസിറ്റീവായി ചർച്ചകളോട് പ്രതികരിച്ച ശേഷം ഇതാദ്യമായാണ് നെതന്യാഹു ഈ കാര്യത്തിൽ പൊതുവിടത്തിൽ വന്ന് ഒരു പ്രതികരണം അറിയിക്കുന്നത്. ഈ ആഴ്ച ആദ്യം ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളോടും ഹമാസ് പോസിറ്റീവായി തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ഹമാസ് അംഗീകാരം നൽകിയത്. ഇതിനോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. അത് ബന്ദികൾ ഇപ്പോഴും അവിടെ ഗാസയിൽ ഉണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ഇതിൽ 20 പേരെങ്കിലും ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമെന്നും ഇസ്രായേൽ അനുമാനിക്കുന്നുണ്ട്. നേരത്തെ 22 മാസം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ പുരോഗമിക്കവേ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ അംഗീകാരം നൽകിയിരുന്നു. ലക്ഷക്കണക്കിന് പാലസ്തീനുകൾ കഴിയുന്ന ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള സൈനിക നീക്കത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായി ഇസ്രായേൽ സേന അറിയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി 60,000 റിസർവ് സൈനികരെ കൂടി വിളിപ്പിക്കും. നിലവിൽ സേവനത്തിനുള്ള 20,000 റിസർവ് സേനാംഗങ്ങളും തുടരാൻ നിർദ്ദേശം നൽകും. ഇതുവരെയുള്ള ഇസ്രായേൽ കരസേന നേരിട്ടിറങ്ങാത്ത ഗാസ സിറ്റിയിൽ പൂർണ്ണമായി പലസ്തീനികളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ തകർക്കലും അടക്കം നടപ്പാക്കും. ഗാസ സിറ്റിയുടെ ഭാഗമായ സൈത്തൂൻ, ജബാലിയ എന്നിവിടങ്ങളിലും ഇതിനകം പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഹമാസിൻ്റെ ശക്തി കേന്ദ്രവും ഭരണസിരാ കേന്ദ്രവുമായിട്ടുള്ള ഗാസ സിറ്റിയിലെ
വിശാലമായ തുരങ്കങ്ങൾക്ക് അകത്താണ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നതെന്നും ഇസ്രായേൽ അനുമാനിക്കുന്നു. ഇവരുടെ കൊലപാതകത്തിൽ കൂടി കലാശിക്കുന്നതായിരിക്കും കരസേനയുടെ നീക്കമെന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത്. ഗാസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിപ്പിക്കുന്നതിനെതിരെ സൈന്യത്തിനകത്ത് തന്നെ കടുത്ത എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങളും ഇതിനെതിരെയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഗാസയിലോട്ട് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം അത്തരത്തിൽ ഗാസ പിടിച്ചെടുക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തവണ അത് പിടിച്ചെടുക്കാനുള്ള നീക്കം തന്നെയാണ് നെതന്യാഹു നടത്താൻ പോകുന്നത്. ഇതിനെതിരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനെയൊന്നും കൂസാത്ത മട്ടിലാണ് നെതന്യാഹു ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നഗരമാണ്, ഇതൊരു ചെറിയൊരു നഗരമാണ്. അതായത് ഇറാൻ പോലെയോ അല്ലെങ്കിൽ പാലസ്തീൻ പോലെയോ കുന്നുകളും അല്ലെങ്കിൽ മൊട്ടക്കുന്നുകളും ഇതുപോലെയുള്ള മരുഭൂമികളുമുള്ള സ്ഥലമല്ല, ഒരു ചെറിയ നഗരമാണ്. അതുകൊണ്ട് ഇറാനിൽ നിന്നോ ഈ പറയുന്ന പലസ്തീനിൽ നിന്നോ വരുന്ന മിസൈലുകളെ തടുക്കാൻ ഇസ്രായേലിന് അയൺ ഡോമിൻ്റെ മാത്രം ശേഷി കൊണ്ട് നടക്കില്ല. കാരണം ഈ വരുന്ന 100 മിസൈലുകളിൽ ഒരെണ്ണമെങ്കിലും വന്ന് ഈ നഗരത്തിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ അങ്ങനെയല്ല. ജനവാസ പ്രദേശം ഇല്ലാത്ത ഒരുപാട് പ്രദേശങ്ങൾ ഇറാനിലും ഈ പറയുന്ന പലസ്തീനിലുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് ആ ഒരു രീതിയിൽ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയില്ല. എന്തായാലും നെതന്യാഹു രാജ്യത്തിനകത്ത് തന്നെ നേരിടുന്ന കുറേ ക്രിമിനൽ കുറ്റങ്ങളുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കൂടിയാണ് ഇത്തരത്തിൽ ഗാസ പിടിച്ചടക്കുക, അതായത് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടുക, എങ്ങനെയും അത്തരത്തിൽ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലൊരു എമർജൻസി സൂയിസൈഡൽ മൂവിലേക്ക് നെതന്യാഹു കടക്കുന്നത്. ഈ ഇറാനുമായിട്ട് നടന്ന യുദ്ധത്തിന് ശേഷം ഇവർ സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിലാണ് ഇസ്രായേൽ. അതെ, മാത്രമല്ല അവിടുത്തെ കെട്ടിടങ്ങൾ തകർന്നു. ഏകദേശം 10,600ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. കുറേ പേരുടെ ജോലി പോയി. അവർ സമാന്തരമായിട്ട് സൈന്യത്തെയൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നുണ്ട്. ഈ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പല ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരാരും ആ ജോലിക്ക് പോകാതെ പിന്നീട് അവർക്ക് ജോലിയേ ഇല്ലാത്ത അവസ്ഥ, അവരുടെ കുടുംബത്തെ പോറ്റാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അങ്ങനെ അത്രയും സിറ്റുവേഷൻ വന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നവീകരണത്തിന് വേണ്ടിയിട്ട് അവർ NGOയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പണപ്പെരിവിന് വേണ്ടിയിട്ട്. അപ്പം അത്രയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഘട്ടത്തിലാണ് അവർ അടുത്ത ഒരു ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ വലിയൊരു ബാക്കപ്പ് സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇവർക്ക് ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അത്ര ഇല്ല, അവരുടെ കയ്യിൽ പൈസ ഇല്ല. അവർക്ക് കെട്ടിടങ്ങൾ, അവരെ ഈ പറഞ്ഞല്ലോ നഗരം, ഒരു ചെറിയ നഗരം മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. ആ നഗരം പുനർനിർമ്മിക്കാൻ അവർക്ക് വേണ്ടത് ഭീമമായ തുകയാണ്. ആ ഭീമമായ തുക കണ്ടെത്താൻ ലോകരാജ്യങ്ങൾക്കിടയിലും ഈ ഇസ്രായേൽ ജനതയ്ക്കിടയിൽ തന്നെ ഇവർ വലിയ ഒരു പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ഒരു NGOയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ വലിയ പരസ്യമൊക്കെ കൊടുത്തിട്ട് പിരിവ് നടത്തുകയാണ്. അപ്പം നഗരത്തെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇവർ ഇത്തരത്തിലൊരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇതിന് പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടം കൂടെ ഏത് രീതിയിലായിരിക്കും ഇസ്രായേലിനെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നെതന്യാഹുവിന് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, പക്ഷേ അടിച്ച് തീർക്കുന്ന മുഴുവൻ ബാക്കിയുള്ള സാധാരണക്കാരായ ജനങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥയാണ് ഇല്ലാണ്ടായി പോകുന്നത്. ഒരു പക്ഷേ ഈ ഇസ്രായേലാണ് ഈ പറഞ്ഞതുപോലെ 60,000 സമാന്തര സൈനികരെ ഉണ്ടാക്കുന്നുണ്ട് അവരിപ്പോഴും. അപ്പോൾ അത്രയും ആൾക്കാരെ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ വരുന്ന ചിലവ്, മറ്റ് കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ഇസ്രായേൽ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്ക് സപ്പോർട്ട് കംപ്ലീറ്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. അല്ലാതെ അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇത് പരസ്യമായി ഇവർക്ക് ഇത് പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ കണ്ടു ഈ സാമ്പത്തിക ഇതിന്റെ കാര്യം സത്യമാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം ഈ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മുടെ സൈനിക മേധാവികൾ വന്നിരുന്നു, പറഞ്ഞിരുന്നു, അതായത് ഈ പാകിസ്ഥാന്റെ ഇത്ര വിമാനങ്ങൾ അടിച്ചിട്ടിരുന്നു എന്നൊക്കെ. അപ്പോൾ അവിടെ നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു, വളരെ രസകരമായിരുന്നു. അതായത് നമ്മുടെ ഡ്രോണുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പാകിസ്ഥാൻ, അതായത് ഈ അവരുടെ ഡ്രോണുകൾ കച്ചവടം വൽക്കരിക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ഇതുപോലെ ഒരു മാർക്കറ്റ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വാഴ നനയുമ്പോൾ ചീര നനയുക എന്നുള്ളൊരു പരിപാടി പോലെ. കാരണം അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഈ നെതന്യാഹു സംബന്ധിച്ച് നെതന്യാഹു ഒരു വലതുപക്ഷ നേതാവാണ്. വലതുപക്ഷ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത തീവ്ര ദേശീയത എന്ന് പറയുന്നത് അവർക്ക് ഏത് രാജ്യത്തായാലും ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ട്രംപിനാണെങ്കിലും നരേന്ദ്രമോദിക്കാണെങ്കിലും നെതന്യാഹുവിനാണെങ്കിലും. അപ്പോൾ ഈ തീവ്ര ദേശീയത ഇതുപോലെയുള്ള രാജ്യത്തിനെ തന്നെ തകർച്ചയിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ തീവ്ര ദേശീയത എടുത്ത് ആളി കത്തിക്കുന്നു എന്നുള്ളതാണ് കൊണ്ടാണ് ഇതിനെ ഇപ്പോൾ നമ്മൾ വിമർശിക്കുന്നത്.